ഹലോ പൊന്നാര കൊട്ടോടി, ഞാൻ ഇന്ന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഈ സമയത്ത് വിളിക്കരുതെന്ന്. ഞങ്ങക്ക് ഇവിടെ 12 മണിയായി. ഞാൻ ഇവിടെ നല്ല സ്വപ്നമൊക്കെ കണ്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. നീ എന്ന് നശിപ്പിച്ച് ബാദൂയി. എന്റെ പൊന്നാര കൊട്ടോടി, 3 മാസത്തേക്കൊക്കെ വരണ എടുത്തതിന് നല്ല കാശ് വരും കേട്ടോ. നിനക്ക് എന്റെ അംബാസഡർ പോരെ? ഓ എന്റെ പൊന്നോ, അതെന്താ നീയൊക്കെ മനസ്സിലാക്കാത്തത്? ഞാനൊരു എന്നറിയാണ്. കൈരേഖരെ മാഞ്ഞ് മടുത്ത് സെറ്റിൽ ആവണം. ഇനി നമ്മുടെ യാത്രയാണ്, എൻ്റെ ഓളെ തേടിയുള്ള യാത്ര. ഡാ കൊട്ടോടി, ഇതേ വീടെത്തി. എത്തിയാ? ആ, എത്ര സമയം വന്നേക്കണേ? അത് നമ്മുടെ കഞ്ചാവ് സോമനാ. മോനെ, എന്തൊക്കെയുണ്ടോ വിശേഷം? അതെ പാ, നീ ക്ഷീണിച്ചു പോയല്ലോ. എന്റെ വയറൊക്കെ കണ്ടില്ലേ, ഞാൻ റിച്ചല്ലേ. തള്ളക്കറിയാ എന്റെ വിഷം. എന്തായി? നിനക്ക് വണ്ടി വേണ്ടേ? ജോയില് വരും. ഇത് ആരുടെ വണ്ടി? നമ്മുടെ വണ്ടിയാണ്, ഞാൻ വാങ്ങിച്ചല്ലേ. കൈജു കണ്ട, എന്റെ മോൻ 5 പവന്റെ മാലയും ഒരു കാറും കൊണ്ട് വന്നത്. എല്ലാം വന്നു കയറുന്ന പെണ്ണിന്റെ ഭാഗ്യം. വാ മോനെ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഈ തള്ളയല്ല അമ്മായിയമ്മ. ഇവനടിക്കല്ലേ? എന്റെ പൊന്നാര നിസാമുക ചെക്കൻ പെണ്ണായിട്ടുള്ള മൂടാണ്. എന്റെ പൊന്നാര കൊട്ടൂടി, ഈ ഇരിക്കുന്ന നിസാമിനെ കണ്ട എങ്ങനെ നടന്ന മനുഷ്യനെ. ഇപ്പൊ 8 മണിയാകുമ്പോ പെണ്ണുമ്പിടെ വിളി വരും, 8 ആകുമ്പോ വീട്ടിൽ കയറി പോകണം. 2 പെഗടിക്കണേണ്ടല്ലോ പെണ്ണുമ്പിള്ള വീട്ടിൽ പോകണം. ഈ ഇരിക്കുന്ന വിഷ്ണു ഞാനും വെള്ളടിക്കുമ്പോഴല്ലോ പുള്ളിക്കാരൻ വാ പൊളിച്ചിരിക്കും. ഇറച്ചിക്കടയിൽ പട്ടി വാ പൊളിച്ചിരിക്കണ പോലെ. എന്തിനാ പറയുന്നത്? അത് നിനക്കിതൊക്കെ പറയാം, നിനക്ക് 10-23 വയസ്സായിട്ടുള്ളൂ. നമ്മുടെ കാര്യം അങ്ങനെയല്ല. ശരി, ജോയില് പറഞ്ഞാൽ കാര്യമുണ്ട്. പെണ്ണട്ടിന്ന് പറഞ്ഞാൽ നൈസായിട്ട് കണ്ണട്ടി പോലെ തന്നെയാണ്. നിസാമുക്കോയ്, നാളെ തുടങ്ങിയാണ് ചെക്കൻ അംഗം. കുട്ടി, ഒരു NRI എന്നെ പോലെ ഒരു ചെറുപ്പക്കാരൻ ഇഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ പ്രത്യേകിച്ച് കാരണമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്റെ ഭാര്യയെ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്നൊരു വിട്ടു വെച്ചിട്ട് ഞാൻ തയ്യാറല്ല. കുട്ടി ഒന്ന് മനസ്സിലാക്കണം. കുട്ടിക്കൊട്ടും ശരീരമില്ല, അതിന്റെ പോട്ടെ, നമുക്ക് ഭക്ഷണം കഴിച്ച് ശരിയാക്കി എടുക്കാം. പക്ഷെ കുട്ടിക്ക് തീരെ പൊക്കല്ല, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും എന്റെ അഭിപ്രായം പാപ്പരോട് പറയാം. വലിയ പ്രതീക്ഷ ഒന്നും വെക്കണ്ട. എന്നാ പിന്നെ ഓരോരുത്തർക്ക് ഓരോ സങ്കല്പം ഉണ്ട് കേട്ടോ. അതിനനുസരിച്ച് തന്നെയാണ് ഞാനും നോക്കുന്നത്. എനിക്ക് ആ പെണ്ണിനെ വേണ്ട. പെണ്ണിനെന്താ കുഴപ്പം? ഓരടാ, ഞാനീ പെണ്ണിന് കുഴപ്പമില്ല. ആ പെണ്ണ് മുടിയുമില്ല, പൊക്കുമില്ല, എന്തോ എനിക്കൊരു സ്പാർക്ക് കിട്ടുന്നില്ല. സ്കൂള് നെകളിക്കണ എന്തിനാ? താഴേക്കണ മോനെ നീ. ഷംന, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതൊന്നും എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നീ പരിപാടിക്ക് വിളിക്കരുത്. പെണ്ണ് കണ്ട് ഞാൻ മടുത്തു. ഇവിടെ നീ ചോറ് കഴിക്കണ്ട. വേണ്ടത്തോയ്, വയറ് ഫുള്ളാണ്. ഉമ്മ പറഞ്ഞത് കാര്യമാ. നിനക്ക് പെണ്ണ് കാണാൻ പോയി എന്റെ കൊളസ്ട്രോള് 345ആയി. ഇനി ഈ തിന്ന് ചാകാൻ എന്നെ കൊണ്ടാവൂല. ഞാനില്ല, നീ വേണമെങ്കിൽ ഒറ്റ പോയിക്കോ. ഞങ്ങളിനി പോകാനില്ല. അല്ലെങ്കിൽ ഇതേ ഇവനെ കൂട്ടി പോക്കോ. ഞങ്ങളിനി രണ്ടാളും ഏതായാലും വരുന്നു. നൈസായിട്ട് വള്ളി എടുത്ത് എന്റെ തലയിലിട്ടല്ലേ. ശരി എന്നാ കിളിയേ, ഞാൻ പോണ്ടാ.
ഇവിടെ ഇന്നലെ കണ്ട പെണ്ണില്ലേ സെറ്റ് ചെയ്യാൻ കൊറേ ആയില്ല നീ പെണ്ണാണ് ഒന്ന് നടപടിയായില്ലേ? അല്ലെങ്കിൽ എങ്ങനെ ഇടപെടുവാനാണ് നീ? അല്ലെങ്കിൽ നമ്മുടെ പഴയ കഞ്ചാവല്ലേ കൊട്ടോടി. ഓഫ് അലിബായുടെ ഒരു തൊളവാട. ഒരു തുള ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്. നീ ഇനി ഒരുപാട് തുളക്കാൻ നിൽക്കണ്ട. ജോലി വരുന്നു. അലിബായ് ഒരു ചായ. അലിബായ് കട്ട മതിട്ടാ. തിരിയൂടാ നല്ല മാട്ട അടി അടിച്ചു വന്നേക്കുള്ള കൂട്ടുകാരന്റെ ചെലവാ. നമ്മളും കൂട്ടുകാരന്മാരൊക്കെ തന്നെയാണ്, നമ്മളെയും വിളിക്കിടക്കുക. ഈ പെണ്ണുകാരുടെ കേസും പറഞ്ഞ് ഈ ചെറുക്കനെ പറ്റി ബാറിൽ പോകുമ്പോ നമ്മളെ വിളിക്കാറില്ലല്ലോ. നീ ഡയലോഗ് അടിക്കില്ലേ? അതൊക്കെ നിർത്തിയിട്ട് എത്ര ദിവസമായി. കൊട്ടോടി ഇപ്പൊ പാപ്പരായി. പെണ്ണ് കണ്ട് 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 കയ്യിലെ കാശൊക്കെ തീർന്നു. നിന്റെ മോന്തന്ത്രം വല്ലാണ്ടിരിക്കണ. ആ കല്യാണം മടങ്ങി. ഷംനാക്കാണ് നീ പെണ്ണാലോചിക്കണേ. കലക്കിയിട്ടുണ്ട്. അവനിക്കൊക്കെ പെണ്ണു കൊടുക്കണ നേരം കൊണ്ട് ആ കൊച്ചിനെ കൊണ്ടുപോയി ആ വേഴാറ്റുഴി കൊണ്ടുപോയി താത്തു. എന്റെ പൊന്നാര മൂത്തുമ്പോ ഗൾഫിൽ അവൻ ഹോട്ടലിന്റെ മാനേജറാന്നൊക്കെയാണ് പറയണത്. ശരിക്കും അവനുള്ള പാത്രം കഴുകലാ ജോലി. അത് വേണ്ട മൂത്തുമ്മ. എനിക്ക് വേറൊരാളുടെ ഒരു അഫെയർ ഉണ്ട്. എന്നെ ഇഷ്ടമല്ലാന്ന് എൻ്റെ വീട്ടുകാരോടൊന്ന് പറയണം പ്ലീസ്. ആ നായിന്റെ പോക്ക് വേറെ രണ്ടും പോലും അവർക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഓപ്പ് അവര് മലപ്പുറത്ത് എത്തുമ്പോ 12 മണിയെങ്കിലോ. നീ ഇവിടെ ഉണ്ടോ? ഒന്നേ നമ്മുടെ ബ്രോക്കറാ ഇപ്പൊ വരാം. അതെ, ഒരു പ്രശ്നമുണ്ട്. പണ്ടേ നീ കഞ്ചാവ് അടിച്ച് കിറങ്ങിയിരുന്നാലും പെണ്ണിന്റെ വീട്ടുകാരോട് ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് കൊട്ടോടുന്ന ഒറ്റ പേരുണ്ടോ? അതൊക്കെ പണ്ടല്ലേ ഇക്ക. ഏതായാലേ അവർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞേ. ഇനി അവരെ പറഞ്ഞു മനസ്സിലാക്കിക്കൂടെ? എന്ത് മനസ്സിലാക്കാൻ സമയം കഴിഞ്ഞില്ലേ? അവർക്ക് ഈ വിഷയത്തിൽ ഒട്ടും താല്പര്യമില്ലെന്നപ്പോ പറയണേ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങനെ വെച്ചീതേ? പന്തലെല്ലാം കിട്ടി, ബന്ധുക്കളെല്ലാം വിളിച്ചില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതെന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണ്. ഇവന് പെണ്ണ് നോക്കി നോക്കി ഞാൻ മടുത്തു. ഇനി ദൈവം തമ്മിലാ വിചാരിച്ചാലും ഇവന് പെണ്ണ് കിട്ടുന്ന എനിക്ക് വന്നല്ല. അതെ, എന്റെ മോന്റെ കല്യാണം കൊടുക്കുന്നതല്ലേ മുടിഞ്ഞു പോകുള്ളൂ. ഹലോ ഹലോ, ഷംനാസിക്കല്ലേ? ഹലോ ഹലോ, ആരാണ്? ഞാൻ സജീനിയാണ്, യാസീന്റെ ഫ്രണ്ട്. ആ ഹലോ സജീനയോ? യാസീൻ നമ്പർ തന്നിട്ടുണ്ടായി വിളിക്കാൻ പറഞ്ഞിട്ട്, അതുകൊണ്ട് വിളിച്ചാണ്. ഇക്ക് ബിസിയാണോ? ആ എന്താ വിളിച്ചേ? എന്തുപറ്റി? ഭയങ്കര മൂഡ് ഓഫ് ആണല്ലോ. ഒന്നുമില്ല. ഞാൻ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറിട്ടാ, ഞാൻ ചുമ്മാ വിളിച്ചതാ. അതുകൊണ്ടല്ല, പിന്നെ എൻ്റെ കല്യാണം നിശ്ചയമായിരുന്നു ഒന്ന്. അതിന്ന് മുടങ്ങി. കുറേ ആയി, മടുത്ത്. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാന്നേ, എനിക്ക് വിട്ടേക്ക്. അതെന്താ ബ്രോക്കറാണോ? നൈസായിട്ട് നമ്മൾ ബ്രോക്കറാക്കി കളഞ്ഞല്ലേ. സജീനായിട്ട് സൊള്ളാണല്ലേ? പോടാ, പോയി കളിക്ക്.
എടാ ജോയലെ, ചെക്കൻ കുറച്ച് സീനായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താന്ന് ചോദിച്ചാ പെട്ടെന്ന് ചെയ്യണം, പിടിച്ചാ കിട്ടൂല ഇനി. ഞാനതന്നെ പറയാമെന്നേ. നിസാമിന്റെ ഒടുക്കത്തെ ബുദ്ധി. നീ ആ ചെറുക്കനെ വിളിച്ചേ? എടാ എങ്കില് ബിസിയാണ്. നീ അവനെ വിളിച്ചോണ്ടിരിക്കും. ഹലോ, നീ എവിടെ? ആ, നീ വേഗം ഇങ്ങോട്ട് വന്നേ, അത്യാവശ്യമുണ്ട്. നീ ആ പെണ്ണിനെ പഠിപ്പിച്ചത് മതി, നീ ഒന്ന് പെട്ടെന്ന് വാ, ഒരു അത്യാവശ്യ കേസ് സംസാരിക്കാനാ. നീ ആ തിണ്ണയിലേക്ക് വന്നേ, വേഗം വന്നേ, അർജന്റാ. ഞാനും ജോലിയോടെ ഇരിപ്പുണ്ട്, വേഗം വാ. വേഗം വാ, വേഗം വാ. അവതരിപ്പിച്ചോട്ടെ. നീ ആർക്കി മെസ്സേജ് അയക്കണേ? ഞാൻ നമ്മളെ സജിനിക്കട മെസ്സേജ് അയക്കുന്നത്. ഞാനുള്ള കാര്യമൊക്കെ കിട്ടി പറഞ്ഞ് സെറ്റായി. എടാ അത് സജീന അല്ല, പിന്നെ ആരാ? അത് നമ്മുടെ നിസാമും വൈഫും ഞങ്ങളും കൂടി തമാശക്ക് വിളിച്ചതാ. നീ ഇത്രക്ക് അങ്ങോട്ട് സീരിയസ് ആവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഹലോ, ഷംനാസിക്കല്ലേ? ആർക്കൊക്കെ അറിയാം. നിനക്കൊഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ വെറും മുമ്പേ അല്ലേ? നിനക്ക് ഈ പ്രശ്നത്തിൽ നിന്നൊരു റിലാക്സ് ആവുമെന്ന് വിചാരിച്ച് ചെയ്തു പോയതാ. എടാ മുങ്ങി താവുന്നതിനെ ചവിട്ടി താത്തുന്നാണോ നിന്റെയൊക്കെ അമ്മയുടെ തേങ്ങയുടെ റിലക്ഷേ ആണോടാ? നിങ്ങൾക്ക് എല്ലാത്തിനും പണിയാൻ തരും കേട്ടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശരിക്കും അറിയാൻ പാടില്ലാണ് കേട്ടാ. സജീനെ വിളിക്കാറില്ല. പിന്നെ ആരാടാ? നിസാമൊക്കെ അറിയാണ്ട് ചെയ്താണ്. നിസാമല്ല ഏതാ പണിന്ന് പറഞ്ഞ പണിയും 8-ന് പണിയാൻ പണിയും ചമ്മയാണ് പറയുന്നത്. വേതാളം പോലേതേതോ ശാപം എൻ കൂടെ കൂടി എല്ലോളം ഗതിയില്ലാതെ ഞാൻ ചങ്കും പൊട്ടിപ്പാടി. ഇന്നാട്ടിൽ ഞാനെന്നും ഫുൾ ഫിറ്റായി നിക്കണ കുട്ടോടെ കെട്ടാനായി വന്നോളും ആ മാംഗല്യച്ചരടിട്ടോടി. ഈ അന്തം വിട്ടൊരു പോക്കി ഇനി ഞാനും കരുവായി. ഇനി എങ്ങോട്ടെന്നില്ലാതെ ഞാൻ കണ്ട വഴിയോടി. വേതാളം പോലേതേതോ ശാപം എൻ കൂടെ കൂടി എല്ലോളം ഗതിയില്ലാതെ ഞാൻ ചങ്കും പൊട്ടിപ്പാടി. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. എന്റെ മുൻ വിഷമിക്കണ്ട, എല്ലാം അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. സന്തോഷമായിട്ട് പോയിട്ടു. എടാ ഷംനയുടെ കാറ് റെന്റ് വണ്ടിയായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അയ്മുണ്ണിക്കല്ലേ പുള്ളി അത് റെന്റിന് എടുത്തിട്ടുണ്ട്. ഏടാവും എന്നുണ്ട്. എന്നാ മറ്റൊന്നും വിചാരിക്കതട്ടാ, തമാശക്ക് ചെയ്താ. എന്തെങ്കിലും പറ്റിയാ?
അടിയുടെ ആഘാതത്തിൽ ഷംനയുടെ മിഡിൽ ഒബ്ലാങ്കട്ട തെറിച്ച് ബോധരഹിതനായി നിലംപതിച്ചെങ്കിലും ആ സഹതാപ തരംഗത്തിൽ അവളങ്ങി കെട്ടി. നാട്ടുകാർ പറയുന്നത് ഇതിലും വലിയ പ്രതികാരമൊന്നും അവൾക്ക് അവൻ കൊടുക്കാനില്ലാന്നാണ്. നാട്ടുകാരങ്ങനെ പലതും പറയും. ഏതായാലും പണ്ടത്തെ ഏതോ സിനിമയിൽ ആരാണ്ട് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ.